ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു ദ പിങ്ക് റോ ബേക്കറി. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സിഗ്സാഗ് സ്റ്റൈൽ കേക്കാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 6 ഇഞ്ചിൻ്റെ കേക്കാണ് ഞാൻ യൂസ് ചെയ്യണത്. അതിൽ ഞാൻ രണ്ട് കേക്ക് ലെയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഒരു കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കണത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ടുള്ളത് ചോക്കോ കാരമലാണ്. കാരമൽ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന റേഷ്യോ 1:2 അപ്പോൾ 1 പാർട്ട് കാരമൽ സോസ് ആണെന്ന് 2 പാർട്സ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഞാൻ കാരമൽ വിപ്പ് ക്രീം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സിൽ കാരമലൈസ് ചെയ്ത് ഇടാം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ആൽമണ്ടും കാഷ്യൂ നട്ട്സാണ്. അത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിതിനെ ക്രം കോട്ട് ചെയ്തെടുക്കും. ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ സെറ്റ് ചെയ്യാൻ വെക്കും. പിന്നെ ബാക്കി രണ്ട് കേക്കും നമ്മൾ സെയിം പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുക. ആദ്യം ചോക്ലേറ്റ് കേക്ക്, പിന്നെ കാരമൽ ക്രീം, നട്ട്സ്, പിന്നെയും ചോക്ലേറ്റ് കേക്ക് ക്രം കോട്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ വെക്കും. ഇങ്ങനെ 3 ലെയർ നമുക്ക് 3 കേക്ക് നമ്മൾക്ക് വേണം സ്റ്റാക്ക് ചെയ്യാനായിട്ട്. കേക്ക്സ് നന്നായി സെറ്റ് ആവാനായിട്ട് ഞാൻ കേക്ക്സിനെ ഫ്രീസറിൽ വെച്ചിരുന്നത് ഫോർ 1 hour. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യണത് ബട്ടർ ക്രീം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ അക്രൈലിക് ഡെസ്ക് ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് വെച്ചിട്ട് ഫൈനൽ കോട്ടിങ് ചെയ്യുന്നുണ്ട്. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ യൂസ് ചെയ്ത സെയിം ടെക്നീക്സ് വെച്ചിട്ടാണ് ഞാൻ ഈ കേക്കും ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ടോപ്പ് നന്നായി സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സൈഡിൽ സ്കെയിൽ അല്ലെങ്കിൽ സ്ക്രേപ്പർ വെച്ചിട്ട് നന്നായി സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കേക്കിൻ്റെ ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബട്ടർ ക്രീമിൽ 1 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആഡ് ചെയ്തപ്പോൾ ഇങ്ങനത്തെ നൈസ് പിങ്ക് പേസ്റ്റൽ ഷെയ്ഡാണ് എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കേക്കിൻ്റെ ഫൈനൽ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 2 ഡ്രോപ്സ് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് കിട്ടി. ഫ്രോസ്റ്റിങ്ങിൻ്റെ കളേഴ്സ് ഇങ്ങനെ ഗ്രാജുവലി ഡാർക്കായി കൊടുക്കുമ്പോൾ നമ്മൾക്ക് കേക്ക് നമ്മൾ സ്റ്റാക്ക് ചെയ്യുമ്പോൾ ഒരു നല്ല ഓംബ്രെ എഫക്റ്റ് കിട്ടും കേക്കിന്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരേ കേക്കിന് നമ്മൾ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഫുഡ് കളർ ചെയ്ത് കൊടുത്തത്. ആദ്യത്തെ കേക്കിൽ ഒട്ടും കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് കേക്കിൽ 1 ഡ്രോപ്പ് റെഡ്, തേർഡ് കേക്കിൽ നമ്മൾ 2 ഡ്രോപ്സ് ഓഫ് റെഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യണത് ഞാൻ കേക്ക് സ്മൂത്താക്കി എടുക്കുന്നുണ്ട്. അത് സ്മൂത്താക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യണത് പേപ്പർ കട്ടറിന്. സൈഡിൽ നിന്ന് പൊന്തി വന്ന ക്രീം നമ്മൾ അപ്പോൾ തന്നെ സ്മൂത്താക്കാണ്ട് ഫ്രീസറിൽ വെക്കുക. ആ കേക്ക് നന്നായി സെറ്റായി കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ സൈഡ്സ് ഇങ്ങനെ നമുക്ക് പതുക്കനെ പേപ്പർ കട്ടർ വെച്ചിട്ട് ലെവലായി ചെയ്തെടുക്കുക. ഈ ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഷാർപ്പ് എഡ്ജ് കിട്ടും, നല്ലൊരു ഫിനിഷ് കിട്ടും കേക്കിന്. ആ ക്രീം കട്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഈ കേക്കിൻ്റെ ടോപ്പ് ഒന്നും കൂടി സ്ക്രേപ്പർ വെച്ച് സ്മൂത്ത് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഫ്രീസറിൽ ഈ കേക്കിനെ നന്നായി സെറ്റ് ചെയ്യാൻ വെക്കുക. എല്ലാ കേക്ക്സിനും നന്നായി സെറ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ടാണ് നമ്മൾ സ്റ്റാക്ക് ചെയ്യാൻ പോണത്. സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ കേക്ക് ബോർഡിൽ ഓൾറെഡി ഇത്തിരി ബട്ടർ ക്രീം പരത്തി വെച്ചിട്ടുണ്ട് കേക്ക് സ്ലിപ്പ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഓഫ്സെറ്റ് സ്പാച്ചുല യൂസ് ചെയ്തിട്ടാണ് കേക്കിനെ ട്രാൻസ്ഫർ ചെയ്യണത്. ഇതിപ്പോൾ ഞാൻ ആ വലിയ കേക്ക് ബോർഡിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കായിരുന്നു അത് സെൻറ്ററിലാണോ ഇല്ലയെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ കേക്ക് എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ മീതെ ഇത്തിരി ഒരു സൈഡായിട്ടാണ്, ഞാൻ സെൻറ്ററിലല്ല ഇത്തിരി സൈഡാക്കിയിട്ടാണ് ഞാനിങ്ങനെ പ്ലേസ് ചെയ്യണത്. എൻ്റെ എല്ലാ കേക്ക്സും നല്ല പോലെ ഫ്രോസൺ ആണ്. അത് കാരണമാണ് എനിക്ക് ഇത്രയും ഈസി ആയിട്ട് കേക്ക് സ്റ്റാക്ക് ചെയ്യാൻ പറ്റണത്. പിന്നെ സ്റ്റാക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മൾ സിഗ്സാഗ് പാറ്റേണിലാണ് സ്റ്റാക്ക് ചെയ്യുക. ഒരു കേക്ക് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വെക്കുകയാണെന്ന് വെച്ചാൽ രണ്ടാമത്തെ കേക്ക് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ആയിരിക്കും സ്റ്റാക്ക് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഒരു സിഗ്സാഗ് പാറ്റേൺ ആയിട്ടാണ് നമ്മൾ കേക്ക്സിനെ സ്റ്റാക്ക് ചെയ്യുക. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫോണ്ടൻറ്റാണ് യൂസ് ചെയ്യണത് മെസ്സേജ് എഴുതി കൊടുക്കാനായിട്ട്. അത് മേക്ക് എ വിഷ് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഒരേ വേർഡ് ഒരേ ലെയറിലാണ് ഞാൻ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്, മേക്ക് എ വിഷ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ ഫോക്സ് ബോൾസ് യൂസ് ചെയ്തിട്ടുണ്ട്, പിങ്ക് കളറുടെ, ക്രീം കളറുടെ, പിന്നെ നമ്മളുടെ ഗോൾഡൻ ഡിസ്കോ ബോൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഇത്തിരി ബട്ടർ ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കേക്കിൽ ഞാൻ ഫോക്സ് ബോൾസും പ്ലേസ് ചെയ്യണത് സിഗ്സാഗ് പാറ്റേണിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കേക്കിൻ്റെ ഈ ഡെക്കറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ബട്ടർഫ്ലൈ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.